ഇന്ന് നമുക്ക് മൊത്തത്തിലൊരു അഴിച്ചുപണി നടത്തണം. നമ്മുടെ തയ്യൽ മെഷീൻ നമ്മൾ റൂമിനുള്ളിലോട്ട് കേറ്റിയിട്ടുണ്ട്. പക്ഷേ റൂമിനുള്ളിൽ അത് അത്ര നല്ല സെറ്റായിട്ട് ഇരിക്കുകയല്ല. നമ്മുടെ റൂമിനുള്ളിൽ നോക്കിയാൽ അറിയാം അത്യാവശ്യം നമ്മൾ സാധനങ്ങളെല്ലാം വെച്ചിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തയ്യൽ മെഷീൻ വന്നപ്പോഴത്തേക്കിനും നമുക്ക് അവിടെ വെക്കാനുള്ള സാഹചര്യം കറക്റ്റ് അല്ല. അപ്പോൾ റൂമിൽ കുറച്ച് സാധനങ്ങളുടെ സ്ഥാനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റാം. ആദ്യം തന്നെ ദേവൻ കുഞ്ഞായിരിക്കുമ്പോഴുള്ള തുണികളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു. 2 ബക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൂലയ്ക്കായിട്ടായിരുന്നു വെച്ചിട്ടുള്ളത്. ആ ബക്കറ്റ് നമ്മൾ അവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട്. പകരം നമ്മൾ അവിടോട്ട് നമ്മുടെ ചെറിയ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ കിടന്ന് ദേ ഒരു ടമ്മി ട്വിസ്റ്റർ കണ്ടത്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. 150 രൂപ പോലും വിലയില്ല കേട്ടോ. ഇത് നമ്മൾ ഇതേപോലെ മെഷീനിൽ നിന്നിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പ് വശത്തെ വെയിറ്റൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും, റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്, പക്ഷെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം നമുക്കുണ്ടാവും കേട്ടോ. അതിനിടയ്ക്കൂടെ എൻ്റെ തയ്യൽ മെഷീൻ്റെ ഉദ്ഘാടനമൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. വാറൻറ്റി ടാഗ് തൂക്കിയിട്ടിരുന്നതാണ്, അത് കട്ട് ചെയ്ത് ഉദ്ഘാടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഭയങ്കര ടൈറ്റാണ് നമ്മുടെ മെഷീന്. പിന്നെ അനിയത്തി വന്ന് എണ്ണയൊക്കെ ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾ തയ്ക്കാൻ ഒരുങ്ങിയപ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും ഭാഗത്ത് സ്റ്റിച്ചൊക്കെ ഇട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് സ്റ്റിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്ന് അടിച്ചിളക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. കൈത്തയ്യൽ തയ്ക്കുന്നതുകൊണ്ട് തന്നെ മെഷീനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. ഇനി ഇതൊന്ന് വഴങ്ങി സെറ്റായി വരണം. കാരണം ഇത് ഭയങ്കര ടൈറ്റാണ്, തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് അടിച്ചിളക്കി ഇതിനൊന്നും പാകപ്പെടുത്തിയെടുക്കാം.